ഇതിനു വേണ്ടിയാണോ നീ കോളേജിൽ നിന്ന് പുറത്തു പോകുന്നത്? ഇത്തരത്തിലാണോ ഈ സ്ഥാപനത്തോട് നീ നന്ദി കാണിക്കുന്നത്? നിന്നെ വളർത്തിക്കൊണ്ടുവന്ന് ഈ നിലയിൽ എത്തിച്ചതും ഫ്രീ ആയ ഹോസ്റ്റലിൽ താമസിപ്പിച്ച് നിനക്ക് വിദ്യാഭ്യാസവും തന്ന സ്ഥാപനമല്ലേ ഇത്? സത്യാവസ്ഥ അറിഞ്ഞാൽ മാഡം തീർച്ചയായും എന്നോട് ക്ഷമിക്കും. അതറിയുന്നതിന് മുൻപ് നീ കോളേജിന്റെ സൽപ്പേര് നശിപ്പിച്ചു. എക്സ്ക്യൂസ് മീ പ്ലീസ്. നോ മോർ എക്സ്പ്ലനേഷൻ. ഞാൻ നിന്റെ പേരിൽ ആക്ഷൻ എടുക്കാൻ പോവാണ്. മാഡം. യെസ്, യു ക്യാൻ ഗോ. അന്ന് നമ്മൾ പാർക്കിൽ പോയിരുന്നില്ലേ? അവിടെ വെച്ച് നമ്മുടെ ഫോട്ടോ ആരോ എടുത്തു. പ്രിൻസിപ്പലിന് അയച്ചു കൊടുത്തു. പ്രിൻസിപ്പൽ എന്നെ വിളിച്ച് ചോദ്യം ചെയ്തു. അവരത് വളരെ സീരിയസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. കോളേജിന്റെ അന്തസ്സിനെ ബാധിക്കുമെന്നാണ് പറയുന്നത്. ഞാനൊരു അനാഥയല്ലേ. കോളേജിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ കൊണ്ടല്ലേ ഞാൻ പഠിക്കുന്നതും ഹോസ്റ്റലിൽ താമസിക്കുന്നതും. രവി വന്ന് പ്രിൻസിപ്പലിനെ കണ്ട് സത്യം തുറന്നു പറയണം. ഒന്ന് പറയാമല്ലോ. നമ്മൾ തമ്മിൽ സ്നേഹത്തിലാണെന്നും വിവാഹിതരാകാൻ പോവുകയാണെന്നും പറയാം. രവി പറയുന്നത് ന്യായമായിരിക്കാം. പക്ഷേ ഈ ഫോട്ടോ ഇവിടെ കിട്ടിയ സ്ഥിതിക്ക് പലതും സംശയിക്കണ്ടേ? ഒരു നടപടി എടുക്കാതെ നിശബ്ദരായിരിക്കാൻ സാധിക്കും. കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയാൽ വിവാഹിതരാൻ പോകുന്നവരാണ് ഞങ്ങൾ. അതിനു മുമ്പ് അല്പം അടുത്തിടെ വഴി പോകുന്ന ഇത്ര വലിയ തെറ്റാണോ? തെറ്റല്ലായിരിക്കാം. പക്ഷേ ഈ കോളേജില് ചില റെസ്ട്രിക്ഷൻസ് എല്ലാം ഉണ്ട്. അതനുസരിക്കാത്തവരെ ശിക്ഷിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. നശിച്ചു, എല്ലാം നശിച്ചു, സകലം നഷ്ടപ്പെട്ടു. ഈ കോളേജിന്റെ അന്തസ്സും അഭിമാനവും സൽപ്പേരും എല്ലാം നശിച്ചു. നാട്ടുകാരുടെ മുഖത്തേക്ക് നോക്കാൻ വയ്യ. എല്ലാരും പുച്ഛിച്ച് ചിരിക്കുകയാണ്. ഈ ഫോട്ടോ കണ്ടോ? ആ, ഈ കാര്യം തന്നെയാണ് ഇപ്പൊ ആലോചിക്കാനുള്ളത്. എന്താ മാഡം, ആലോചിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ? അതെ, ഇവർ വിവാഹിതരാകാൻ പോകുന്നവരാണത്രേ. അതുകൊണ്ട് അല്പം അടുത്തിടപഴകുന്നത് കൊണ്ടോ ഒന്നിച്ചിരുന്ന് സംസാരിച്ചത് കൊണ്ടോ തെറ്റില്ലെന്നാണ്. ഓ, അത് ശരി, വിവാഹം വരെ എത്തിയോ? ഇക്കണക്കിന് ഇവിടെ തന്നെ ഹണിമൂണിന് ഒരു റൂം കൂടി അറേഞ്ച് കൊടുക്കേണ്ടി വരുമല്ലോ. കുറെ നാൾ കൂടി കഴിഞ്ഞാൽ പ്രസവം നടത്താനുള്ള ആശുപത്രി വേണമെന്ന ഡിമാൻഡ് കൂടി വരും. കൊള്ളാം. ഈ നാട് പിന്നെ എങ്ങനെ നന്നാകും? അല്ല, നാടൊരിക്കലും ചീത്താവില്ല. നന്നാക്കാൻ നിങ്ങളെപ്പോലെ ചിലരുണ്ടല്ലോ. സമ്മതിച്ചു, ഞാൻ തോറ്റിരിക്കുന്നു. ഒരു കാര്യം അറിയണമല്ലോ, ഇവൾ നിന്നോട് തിടപഴകി എന്ന് പറയുന്നുണ്ടല്ലോ. ആരോട് ചോദിച്ചിട്ട്? ആരോടും ചോദിക്കണ്ടല്ലോ. ചോദിക്കണം, എന്നോട് ചോദിക്കണം. കാരണം ഇവൾ അനാഥയാണ്. ഇവർക്ക് ഞങ്ങൾ ഫ്രീ ആയി താമസ സൗകര്യവും ഭക്ഷണവും വസ്ത്രങ്ങളും വിദ്യാഭ്യാസവും കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാ? ഇവൾ അനാഥയായതുകൊണ്ട്. അനാഥയായ ഇവൾക്ക്. അല്ല, ഞാൻ അനാഥയല്ല, എനിക്ക് അമ്മയുണ്ട്. അപ്പോ നിന്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട് അല്ലേ? അനാഥയായി കണക്കാക്കിയാണ് നിനക്ക് ഈ കോളേജിൽ നിന്ന് സ്കോളർഷിപ്പ് തരുന്നത്. അതങ്ങനെ ചിലപ്പോ ചില സ്റ്റുഡൻസ് സ്കോളർഷിപ്പ് കിട്ടാൻ കള്ളം പറയും. ഡേവിഡ്, അങ്ങനെയാണെങ്കിൽ ഇവനുമായി നിനക്കുള്ള ബന്ധം നിന്റെ അമ്മയ്ക്ക് കൂടി അറിയാമെന്നാണ് ഉമ്മ പറയുന്നത് അല്ലേ? അതെ, എന്റെ അമ്മയ്ക്കും ഇതറിയാം. ഓൾ റൈറ്റ് ഉമ്മേ, നീ പോയി അമ്മയെ കൂട്ടിക്കൊണ്ടുവരും. മാനേജിംഗ് കമ്മിറ്റിയുടെ മുമ്പിൽ അവരിത് പറയട്ടെ. തുടർന്ന് ഹോസ്റ്റലിൽ താമസിക്കാൻ നിന്നെ അനുവദിച്ചില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നിന്റെ പഠിത്തമെങ്കിലും കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചെന്ന് വരും. ഓക്കെ. കഷ്ടമായിപ്പോയി. നല്ല സ്റ്റുഡന്റ് ആണ്. ഉമ്മേ, അമ്മയുണ്ടെന്നാണല്ലോ ഉമ്മയോട് പറഞ്ഞത്. അതെ. ഇതുവരെ എന്നോട് പോലും പറയായിരുന്നെന്താ? ആ ട്രാജഡിയെ പറ്റി പറഞ്ഞ് രവിയെ കൂടെ വേദനിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി. അപ്പൊ അമ്മ എവിടെ ഉള്ളത്? എന്തിനാ? നമുക്ക് അങ്ങോട്ട് പോവാം. വേണ്ട, ഇതെല്ലാം അമ്മയോട് ചെന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ല. ഞാൻ കൂടെ വരുന്നില്ലേ? ഞാൻ പറഞ്ഞോളാം. രവിയെ കൊണ്ട് അമ്മയെ സമാധാനിപ്പിക്കാൻ കഴിയില്ല. പിന്നെ എന്ത് ചെയ്യും? നമുക്ക് വാസുചേട്ടനെ ചെന്ന് കാണാം. വാസുചേട്ടനെയോ? അതെ. എന്താ, ഓർക്കുന്നില്ലേ? ആളെനിക്ക് മനസ്സിലായി. പക്ഷേ ഈ കാര്യത്തിലും ആ ചേട്ടൻ തീർച്ചയായും നമ്മളെ സഹായിക്കും. നമുക്ക് അങ്ങോട്ട് പോവാം. വരൂ, വരുന്നേ.
നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കും. വിളിക്കുമ്പോൾ അകത്ത് വന്നാൽ മതി. ഒരു കാര്യം, ഉമ്മ സൗമിനിയുടെ മകളാണെന്ന് ഞാൻ അറിഞ്ഞതായി ഭാവിക്കുന്നില്ല. എനിക്കതറിയാമെന്ന് നിങ്ങൾ സൗമിനിയോട് പറയുകയും വരുത്. മനസ്സിലായോ? സൗമിനി, സൗമിനി. ചേട്ടനാണോ? എന്താ ഈ നേരത്ത്? ഇന്നെന്താ ജോലിക്കൊന്നും പോയില്ലേ? ഇന്ന് മറ്റൊരു ജോലിയിലാണ്. പാവപ്പെട്ട ഒരു പെണ്ണിനെ അപകടത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അത് കൊള്ളാം. വീണ്ടും കുഴപ്പത്തിൽ ചെന്ന് ചാടാൻ പോവാണോ? എന്തു ചെയ്യും? ഞാൻ ജനിച്ചത് ഇങ്ങനെ ചിലതെല്ലാം ചെയ്തു തീർക്കാൻ വേണ്ടിയായിരിക്കാം. ചേട്ടൻ പറയുന്ന പെണ്ണ് ഏതാണ്? എന്ത് അപകടത്തിലാ പെട്ടിരിക്കുന്നത്? അവളെ വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു പയ്യനുമായി അവൾ അല്പം അടുത്തിടപഴകിപ്പോയി. അത് തെറ്റാണ്. ആര് പറഞ്ഞു തെറ്റെന്ന്? അവളെ കോളേജിൽ നിന്ന് പുറത്താക്കാൻ പോവുകയാണ്. അയ്യോ, കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണോ? അതെ. എന്നോടൊപ്പം സൗമിനി കൂടി അവളെ ഒന്ന് സഹായിക്കണം. എങ്കിലേ അവൾ രക്ഷപ്പെടുകയുള്ളൂ. ഞാനോ? മറ്റൊന്നും ചെയ്യണ്ട. സൗമിനി അവളുടെ അമ്മയാണെന്ന് കോളേജിൽ പോയി എന്ന് പറയണം, അത്രേ ഉള്ളൂ. ഞാൻ അവളുടെ അമ്മയാണെന്ന്? അതെങ്ങനെ? അവൾക്ക് അമ്മയോ അച്ഛനോ ഉള്ളപ്പോൾ ഞാൻ... ഇല്ല, അവൾക്ക് ആരുമില്ല. അനാഥയാണ്. അനാഥയായതുകൊണ്ടാണ് കോളേജ് അധികാരികൾ അവളുടെ പേരിൽ നടപടിയെടുക്കാൻ പോകുന്നത്. സൗമിനി അവളുടെ അമ്മയായി കുറച്ചു നേരം ഒന്ന് അഭിനയിച്ചാൽ മതി. ഞാൻ അനാഥയല്ല, എനിക്ക് അമ്മയുണ്ട് എന്ന് അവൾ അവിടെ പറഞ്ഞു പോയി. ഏതാണ് പെണ്ണ്? ഞാൻ ഇങ്ങോട്ട് പറഞ്ഞേ. പക്ഷെ അതിനു മുമ്പ് സൗമിനി എനിക്ക് വാക്ക് തരണം. ചേട്ടൻ പറഞ്ഞ പോലെ ഞാൻ ചെയ്യാം. ശരി. സൗമിനി കോളേജിൽ വന്ന് വേണ്ടതുപോലെ പറയാമെന്ന് ഏറ്റിട്ടുണ്ട്. ഇനി ഉമ്മ അടുത്തേക്ക് പറ്റുള്ളൂ. ഞാനോ? ധൈര്യമായിട്ട് പോകൂ. കുറച്ചു കഴിഞ്ഞ് ഞാനും ദേവി അങ്ങോട്ട് വന്നോളാം. അമ്മേ, ഞാൻ രവിയെ സ്നേഹിച്ചു പോയി. പഠിപ്പ് പൂർത്തിയാക്കിയ ശേഷം കല്യാണം. നീ എന്ത് പറഞ്ഞടി? സ്നേഹിക്കില്ലെന്നോ? ഇതിനു വേണ്ടിയാണ് ഞാൻ നിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചത്? പ്രേമിക്കാനാണ് ഞാൻ എന്നെ കോളേജിലേക്ക് അയച്ചത്? പറഞ്ഞത്. അമ്മേ, അമ്മ എന്നെ അടിക്കരുത്. വാസുചേട്ടൻ ഇത് കണ്ടുകൊണ്ട് വരും. നമ്മൾ അമ്മയും മകളുമാണെന്ന് ആ ചേട്ടൻ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിട്ടില്ലെന്നോ? നിനക്ക് നിന്റെ കാമുകനും രക്ഷപ്പെടാൻ വേണ്ടി എല്ലാ രഹസ്യങ്ങളും ആ ചേട്ടനോട് പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്? എന്നിട്ട് നിങ്ങൾ എല്ലാവരും കൂടി എന്നിട്ട് കുരങ്ങ് കളിപ്പിക്കാണല്ലേ? അമ്മേ, അമ്മ ധരിക്കുന്ന പോലെ അല്ല. വാസുചേട്ടൻ എന്നെ... കടന്നു പോയി ഇവിടുന്ന്. എനിക്ക് നിന്നെ കാണണ്ട. ഇവൾക്ക് വേണ്ടി ഞാൻ കോളേജ് വരില്ല. കാരണം ചേട്ടൻ അറിയാമല്ലോ. സൗമിനി പറയാൻ ഞാൻ എങ്ങനെ അറിയും? എല്ലാം ഞാൻ പറഞ്ഞു തന്നെ അറിയണമെന്നുണ്ടോ? മനസ്സിലായില്ല. അങ്ങനെ നടിക്കുകയാണ്. ചേട്ടൻ ഇവിടെ സഹായിക്കണം. അന്ന് ആട്ടോവിൽ യാത്ര ചെയ്ത് കുഴപ്പങ്ങളുണ്ടാക്കി ഓടിപ്പോയവളല്ലേ ഇവൾ? ഇവൾ ആരാണെന്ന് എനിക്ക് നല്ലതുപോലെ മനസ്സിലായി. അതുകൊണ്ടല്ലേ തൽക്കാലം ഇവൾക്ക് മാപ്പ് കൊടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ഞാൻ ഇവൾക്ക് മാപ്പ് കൊടുക്കില്ല. വേണ്ട, ഇവളെ സഹായിക്കാമെന്ന് എനിക്ക് വാക്ക് തന്നല്ലേ. ഞാൻ അങ്ങനെ വീണ്ടും വിചാരം കൂടാതെ എന്തൊക്കെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് എനിക്ക് പറ്റിയ തെറ്റ്. സൗമിനി, ഇങ്ങോട്ട് നോക്കൂ. ഇതാണ് ഉമ്മയെ സ്നേഹിക്കുന്ന രവി. നല്ലവനാണ്, മിടുക്കനാണ്, സമർത്ഥനാണ്. സൗമിനി ഇവരോടൊന്നിച്ച് കോളേജിൽ പോകണം. ഇവരെ ഒന്ന് സഹായിക്കണം. എന്താ സഹായിക്കില്ലേ? സൗമിനി എനിക്ക് വാക്ക് തന്നതാണ്. പോകാം.